ജഗതോപി പ്രാഗുത്പത്തേ കാരണ അസ്തിത്വം അനുമീയതേ ഘടാദി കാരണ അസ്തിത്വ. ഇവിടെ എങ്ങനെയാണോ ഈ പ്രപഞ്ചത്തിനുള്ളിൽ കാണുന്നത്, അതുപോലെ പ്രപഞ്ചത്തെ ഒരു കാര്യമായെടുത്താൽ അതിനു മുമ്പ് ഒരു കാരണാസ്തിത്വത്തെ അംഗീകരിക്കേണ്ടി വരും. ഘടാദി കാരണാസ്തിത്വം. എങ്ങനെയാണോ ഇവിടെ പാത്രത്തിന് മണ്ണ് കാരണമായിരിക്കുന്നത്, അതുപോലെ ഒന്നുമില്ല എന്ന് പറയുന്ന ശൂന്യവാദത്തെ ഇവിടെ നിഷേധിക്കുന്നു. ഇത് ഈ ചർച്ച വളരെ നീണ്ടുപോവുകയാണ്. വളരെ നീണ്ട ചർച്ചയാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തെ എന്തിന് ഇത്രയും ഒരു നീണ്ട ചർച്ചയ്ക്ക് വിഷയമാക്കണം? കാരണം ഏതിനെയും പരിശോധിച്ച് സ്വീകരിക്കാവൂ, ബുദ്ധി കൊണ്ട് യുക്തി കൊണ്ട് പരിശോധിച്ച് സ്വീകരിക്കാവൂ എന്നുള്ളതുകൊണ്ടാണ്. കാരണം അന്നും ഇന്നും ഈ ശൂന്യവാദത്തിന് പിന്തുടർച്ചക്കാരുണ്ട്, അവകാശമുണ്ട്. ശൂന്യവാദത്തെ സ്വീകരിക്കുന്നതിന് ഒരു കാരണം ഇതാണ്, അത് എളുപ്പമാണ് സ്വീകരിക്കാൻ. എല്ലാം ശൂന്യം എന്ന് പറഞ്ഞാൽ പിന്നീട് ആയാസമില്ല. എല്ലാ ശൂന്യതയിൽ നിന്നുണ്ടായി ശൂന്യതയിൽ പോകുന്നു, സർവവും ശൂന്യമാണ്. പിന്നെ ചിന്തയുടെ പ്രസക്തിയില്ല, ചിന്തിക്കേണ്ട ആവശ്യമില്ല, എല്ലാ ശൂന്യമല്ല, പിന്നെന്ത് ചിന്തിക്കാനോ എന്ന് പറഞ്ഞ് ചിന്തയെ ശൂന്യമാക്കുന്ന ഒന്നാണ് ഈ ശൂന്യവാദം. ചിന്തയെ ബുദ്ധിയൊക്കെ ശൂന്യമാക്കുന്ന ഒന്നാണ്. ഇത് ചിന്തിക്കാനൊക്കത്തില്ല. അതിനോട് ഭാഷ്യകാരെ യോജിക്കുന്നില്ല. ബുദ്ധിയെ ശൂന്യമാക്കുന്ന ഒരു സിദ്ധാന്തത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധി ഉപയോഗമില്ലാത്തതായിരിക്കും. ബുദ്ധിക്കൊരു ഉപയോഗം വേണമല്ലോ, അപ്പോൾ അത് ചിന്തിക്കാനാണ്. അപ്പോൾ അത് ചിന്തിച്ചു പോകണം. അപ്പോൾ ശൂന്യവാദത്തെ ചിന്തിക്കാത്തവർക്ക് മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ. ചിന്തിച്ചാൽ പിന്നെ ശൂന്യവാദത്തിന് നിൽപ്പില്ല. കാരണം ചിന്ത ശൂന്യമല്ലല്ലോ. അതുകൊണ്ട് അന്ധമായി ഒന്നിനെ സ്വീകരിക്കുക എന്ന് പറയുന്നത് ഇവിടെ തത്വചിന്തയെ സംബന്ധിച്ച് സാധ്യമല്ല. എന്തിനേയും വിശകലനം ചെയ്ത് ബുദ്ധിക്ക് ബോധ്യപ്പെടുന്ന ഒന്നിനെ മാത്രമേ സ്വീകരിക്കത്തുള്ളൂ. അതുകൊണ്ട് സർവത്തെയും ശൂന്യമാക്കുന്ന ശൂന്യവാദത്തെ ഇവിടെ നിഷേധിക്കുന്നു. ഇവിടെ ഈ പ്രപഞ്ചത്തിൽ കാര്യകാരണ ബന്ധമുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിന് പിന്നിൽ ഒരു കാരണം ഉണ്ടായിരിക്കണം. അതിന്റെ തുടർച്ചയാണ് അതാണ് ഇവിടെ പറയുന്ന യുക്തി. ഇതുപോലെയായിരിക്കും അവിടെയും. ഇവിടെ ശൂന്യത്തിൽ നിന്നുണ്ടാകുന്നില്ല. അങ്ങനെ പ്രപഞ്ചവും ശൂന്യത്തിൽ നിന്ന് ഉണ്ടായതല്ല. ഘടാദി കാരണസ്യപ്യസത്വമേവ അനുപമൃത്യമൃത്തുണ്ടാകുകയും ഘടാദ്യ അനുത്പത്തേരുതി ചെയ്യുന്ന മൃതാദി കാരണത്വ. ശൂന്യവാദി അങ്ങനെ വിടുന്ന ആളല്ല. സർവകാര്യങ്ങളും ഒരു നാശത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതാ പറയുന്നത്. മണ്ണെടുത്ത് പാത്രം ഉണ്ടാകുമ്പോൾ ആ പാത്രം രൂപപ്പെടുന്നതിന് തൊട്ടു മുമ്പില് ആ മണ്ണിനൊരു നാശമുണ്ട്. ഏത് രൂപത്തിലാണോ വരുന്ന ആ നാശം, ആ രൂപത്തിന് നാശം വരുന്നു. മണ്ണിനെടുത്ത് ഉരുളയാക്കിയെങ്കിൽ ആ ഉരുള നശിച്ചു പോകും. ഒരു നിയമം പറയും, കാര്യ നിയത പൂർവവർത്തി കാരണം. നിയമമനുസരിച്ച് കാര്യത്തിന്റെ തൊട്ടുമുമ്പിലുള്ളതിനെ കാരണമെന്ന് പറയാൻ പറ്റും. കാരണം അങ്ങനെ ആയിരിക്കും. അപ്പോൾ കാര്യത്തിന്റെ തൊട്ടുമുമ്പിൽ എന്താണ്? ഒരു ശൂന്യത. മണ്ണുരുള നശിച്ചു, പുതിയൊരുന്നു അവിടെ പ്രത്യക്ഷമായി. സർവത്ര അതാ കാണുന്നു. അതുകൊണ്ട് ശൂന്യത്തിൽ നിന്നാണെന്ന് പറഞ്ഞാലോ ഒന്നാ അതല്ല. അവിടെ
എന്താണോ മുമ്പുണ്ടായിരുന്നത് അത് തന്നെ പാത്രത്തിനുള്ളത്. മണ്ണാണ് മുമ്പുണ്ടായിരുന്നത്, അതാണ് പാത്രത്തിനുള്ളത്. മണ്ണ് നശിച്ചത്. പിന്നെ എന്താ അവിടെ നശിച്ചത്? ആ ഒരു ആകൃതിയാണ് നശിച്ചത്. അതിനോട് പറയുന്നത് സുവർണാദി തത്ര കാരണം ഘടരുച്ചകാദേഹി എന്ന പിണ്ടാദ്യാകാര വിശേഷ. എന്തിനാ കാരണം എന്ന് പറയുന്നു? ഉരുളയാണോ, അല്ലെങ്കിൽ ഒരു സ്വർണ്ണ കഷണം, അതിന്റെ ആകൃതി, അത് നീണ്ടിരിക്കുന്നു, പരന്നിരിക്കുന്നു, ഉരുണ്ടിരിക്കുന്നു, ഇതാണോ അതിന് കാരണമായതല്ല. അത് കാരണമല്ല. ആ വസ്തുവാണ് അവിടെ കാരണമായിരിക്കുന്നത്. സ്വർണം അല്ലെങ്കിൽ മണ്ണ്, അതിനാണ് നമ്മൾ കാരണം എന്ന് പറയുന്നത്, അതിന്റെ ആകൃതിയല്ല എന്നർത്ഥം. ഈ പ്രപഞ്ചത്തിനും അങ്ങനെയാണ്. കാരണമായിരിക്കുന്നത് ആ കാരണം തന്നെ കാര്യമായിരിക്കുന്നു. ഏതോ അത് തന്നെ കാര്യമായിരിക്കുന്നു. അതിൽ വരുന്ന ആകൃതികൾ അത് കാരണത്തിലൊന്നായിരിക്കും, കാര്യത്തിലൊന്നായിരിക്കും, വ്യത്യാസം വരാം. ഇവിടെ മണ്ണ് ഉരുണ്ട ആകൃതിയായിരുന്നു, പാത്രത്തിൽ വന്ന് വേറെ ആകൃതിയായി. സ്വർണം പരന്നിരുന്നു, ആഭരണമായപ്പോൾ അത് പല ആകൃതികളായി. പ്രപഞ്ചത്തിന്റെ കാരണം, അതിന്റെ അനുവൃത്തി പ്രപഞ്ചത്തിലുണ്ട്. അത് മനസ്സിലാക്കുന്നതിനുള്ള എളുപ്പം എന്താണ്? അത് സത്തായിരിക്കുന്നു. കാര്യമായ പ്രപഞ്ചത്തിലും ആ സത്ത് അനുവർത്തിക്കുന്നു. പിന്നെ ഇവിടെ കാണുന്ന രൂപങ്ങൾ അത് മാറിക്കൊണ്ടിരിക്കുന്നു. സത്തിന് മാറ്റമില്ല. അത് പ്രപഞ്ചം സത് കാരണത്തോടു കൂടിയതാണ്, ശൂന്യമല്ല. ഇനി ശൂന്യത്തിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായിരുന്നതെങ്കിലും ഇവിടെ പറയും സർവത്ര അനാശ്വാസം, സർവത്ര നമുക്ക് ശൂന്യം അനുഭവപ്പെടും എന്ന് മാത്രമല്ല, അനുഭവിക്കുന്നവന് ശൂന്യമായി പോകും. കാരണം സർവ്വം ശൂന്യത്തിൽ നിന്നല്ലേ. കാരണം കാര്യത്തെ അനുവർത്തിക്കണ്ടേ. അനുഭവവും ശൂന്യമായി പോകും. സർവത്ര ശൂന്യത എന്ന് പറയുമ്പോൾ അനുഭവിക്കുന്നവൻ, അനുഭവം, അനുഭവ വിഷയം, ഈ ത്രിപുടിയെ കാണത്തില്ല. വ്യവഹാരമില്ല. പിന്നെ വ്യവഹാരമില്ലെങ്കിൽ പിന്നൊന്നും പറയാനില്ല. കാരണം ശൂന്യം സർവത്ര അനുവർത്തിച്ചിരിക്കുന്നു. അപ്പൊ അതല്ല, സത്താണ് ഇവിടെ കാരണം. ആ സത്ത് സർവത്ര അനുഭവപ്പെടുന്നു. അതിൽ നാനാ ആകാരങ്ങളുണ്ട്. ആകാരസത്തെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പ്രപഞ്ചം മിഥ്യ എന്ന് പറയുന്നത്. ആകാരങ്ങൾ മാറുന്നു, നീണ്ടിരിക്കുന്നു, പരന്നിരിക്കുന്നു. ശബ്ദസ്പർശ രൂപരസഗന്ധത്തിൽ ആകാരങ്ങൾക്ക് മാറ്റം വരുന്നു. അത് മാറുന്നതുകൊണ്ട്, ഒന്ന് മാറി വേറൊന്നിനെ പ്രാപിക്കുന്നതുകൊണ്ട്, അതിന് സ്ഥായിയായ ഒരു ഭാവം ഇല്ലാത്തതുകൊണ്ട് അതിനെ പറയുന്നു മിഥ്യ. അതും ഇല്ലാത്തെന്നുള്ള അർത്ഥത്തിലല്ല. എത്ര പറഞ്ഞാലും പിടികിട്ടാത്തൊരു കാര്യമാണ്. അതല്ല വീണ്ടും പറയുന്നു. അതുകൊണ്ട് ആകാരം അല്ല സത്യം. സുവർണാദിഹിതത്ര കാരണം ഘടരുച പിണ്ടാദ്യാകാര വിശേഷ തദഭാവി ഭവാൻ എന്ന് പറയുന്നു. അതില്ലെങ്കിലുമുണ്ട്. ആ ഉരുണ്ടാകൃതി ഇല്ലെങ്കിലും പാത്രത്തിൽ മണ്ണുണ്ട്. അത് കലത്തിന്റെ ആകൃതിയിലോ ചട്ടിയുടെ ആകൃതിയിലോ കുടത്തിന്റെ ആകൃതിയിലോ ഏതാകൃതിയിലായാലും ശരി ഇവിടെ മണ്ണുണ്ട്. ആകൃതി ഇല്ലെങ്കിലും മണ്ണ് സർവത്രയുണ്ട്. അല്ലെങ്കിൽ ആകൃതികൾ മാറി മാറിക്കൊണ്ടിരുന്നാലും വസ്തു അവിടെയുണ്ട്. അപ്പോൾ വസ്തു സത്യം. ഇവിടെ ശൂന്യത്തിൽ നിന്നെന്ന് പറയാൻ എന്താ ഉള്ളത്? ശൂന്യതയ്ക്ക് യാതൊരു അടിസ്ഥാനമില്ല. അസത്യ വിപിണ്ടാകാര വിശേഷം സുവർണാധികാരണ ദ്രവ്യം മാത്രാദേവ ഘടരുചകാരി കാര്യപത്ര ദർശ്യത്തെ. അത് മാത്രമല്ല, ഇപ്പോൾ പ്രത്യേക ഒരു ആകാരത്തിൽ നിന്നുണ്ടായെന്ന് പറയാൻ വയ്യ. മണ്ണിനെ എടുത്ത് ഉരുട്ടി ഉരുളയാക്കിയതിന് ശേഷമേ അതിലൊന്ന് പാത്രം ഉണ്ടാക്കാവുന്നില്ല. അത് പരന്നിരുന്നാലും ഉണ്ടാകും. മറ്റേതെങ്കിലും ഒരു ഷേപ്പിൽ ഇരുന്നാലും അതിൽ നിന്നുണ്ടാകും. കാര്യം ഉണ്ടാകുന്നത്, കാര്യം എങ്ങനെയുള്ളതായാലും അത് മണ്ണിൽ നിന്നാണ്, അതിന്റെ ആകൃതിയിൽ നിന്നല്ല.
അതുപോലെയാണ് പ്രപഞ്ചത്തെ സംബന്ധിച്ചും. ഇവിടെ പ്രപഞ്ച കാരണമായ സത്തിൽ തന്നെയാണ് ഇവിടെ നിലനിൽക്കുന്നത്. അസത്യത്വം സുവർണാദി ദ്രവ്യേ ഘടരുജകാദ്യം ന ജായതീതി സുവർണാദി ദ്രവ്യമേവ കാരണം. തസ്മാന്ന പിണ്ഡാകാര വിശേഷോ ഘടരുജകാദി കാരണം. അതുകൊണ്ട് ആ പ്രത്യേക ഒരു ആകൃതിയാണ് ഇതിന് കാരണം എന്ന് പറയുന്നത്. നാമരൂപങ്ങളിൽ നിന്ന് നാമരൂപങ്ങൾ ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. മറിച്ച് വസ്തുവിൽ നിന്ന് വസ്തു ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. നാമരൂപങ്ങൾ, നാമം, മണ്ണ്, രൂപം, അതിന്റെ ആകൃതി, ഈ രണ്ട് നാമവും രൂപം, ഈ രണ്ടിൽ നിന്നും ഒരു കാര്യം ഉണ്ടാകുന്നില്ല. പക്ഷെ ഈ നാമരൂപങ്ങൾക്ക് ആശ്രയമായി ഏതിനെ ഉദ്ദേശിച്ചിട്ടാണോ ശബ്ദം പ്രയോഗിക്കുന്നത്, ഏതൊരു പദാർത്ഥത്തിലാണോ ആ രൂപങ്ങൾ കാണുന്നത്, ആ വസ്തു, ആ വസ്തുവിൽ നിന്നാണ് കാര്യം, പാത്രം ഉണ്ടായത്. അവിടെ ഒരു പ്രയാസമുള്ളത്, നമുക്ക് ആ വസ്തുവിൽ നിന്നും ആ ആകൃതിയെ മാറ്റാൻ കഴിയുന്നില്ല. അതേസമയം ആകൃതി മാറുന്നുണ്ട്. നമുക്കത് മാറ്റാൻ കഴിയത്തില്ല. പിണ്ഡം, ഉരുണ്ടിരിക്കുന്ന മണ്ണ്, അതിൽ നിന്ന് ആകൃതി മാറ്റിക്കളയുക അത് നമുക്ക് സാധ്യമല്ല. പക്ഷെ അതിനെ വേറെ രൂപത്തിലാക്കാം. ആദ്യം ആകൃതിയെ പ്രാപിച്ചിരുന്ന വസ്തു അതേ വസ്തുവിന്റെ മറ്റൊരാകൃതിയെ പ്രാപിക്കുന്നു. അവിടെ വസ്തുവാണ് നാനാരൂപങ്ങളെ പ്രാപിക്കുന്നത്. പക്ഷെ ആ വസ്തുവിൽ നിന്ന് ആകൃതി എടുത്തു മാറ്റാതെ എത്ര സമർത്ഥനായ ശില്പിയായാലും സാധ്യമല്ല. നമ്മളത് മുമ്പ് ചർച്ച ചെയ്തതാണ്. ശിലയും ശില്പവും. ശിലയിൽ നിന്ന് ശില്പത്തെ എടുത്തു മാറ്റാൻ കഴിയത്തില്ല. അതുകൊണ്ട് അവിടെ ആകൃതിക്ക് യാതൊരു പ്രാധാന്യമില്ല. സൃഷ്ടിയെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ആ ശില്പത്തിന് കലാമൂല്യമൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ആ സൃഷ്ടി കാര്യകാരണ ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ അതിന് യാതൊരു മൂല്യമില്ല. അത് സ്ഥായിയല്ല. സ്ഥായിയല്ല എന്ന് പറഞ്ഞാൽ അതിനാണ് മിഥ്യ എന്ന് പറയുന്നത്. പക്ഷേ മൃത്ത് സത്യമാണ്. മൃത്തിൽ നിന്നാണ് അതുണ്ടാകുന്നത്. അതുകൊണ്ട് അതിന്റെ ആകാരമല്ല, വസ്തുവാണ് കാരണമായിരിക്കുന്നത്. അസത്യത്വം സുവർണാദി ദ്രവ്യേ. ആ സുവർണാദി ദ്രവ്യങ്ങളില്ലാതിരുന്നു കഴിഞ്ഞാൽ ഘടരുജകാതിർ ന ജായതേ, ഈ പാത്രങ്ങളൊന്നും ഈ രൂപത്തിൽ കാണത്തില്ല. ഇത് സുവർണാദി ദ്രവ്യമേവ കാരണം. അതുകൊണ്ട് ആ വസ്തുവിനെ എടുക്കുക. ആകൃതിയെ വിട്ടിട്ട് വസ്തുവിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ലല്ലോ എന്ന് പറയും. അങ്ങനെ ചിന്തിക്കില്ല. പക്ഷെ മാറിക്കൊണ്ടിരിക്കുന്ന ആ ആകൃതിക്ക് കാരണമായിരിക്കുന്ന മാറാതിരിക്കുന്ന എന്തോ അതാണ് വസ്തു എന്ന് ചിന്തിക്കുക. ആകൃതി മാറുന്നു, പല പാത്രങ്ങൾക്ക് പല ഷേപ്പ്. ആ മാറ്റങ്ങളിലെല്ലാം മാറാതിരിക്കുന്ന വസ്തു മൃത്ത്. അതുപോലെ സത്ത്, സദൈവ സൗമ്യതമഗ്ര ആസി. ആ സത്താണ് ഇവിടെ സർവത്ര അനുസ്യൂതമായിരിക്കുന്ന. ആ സത്താണ് നാനാരൂപങ്ങളെ പ്രാപിച്ചിരിക്കുന്നത്. ശബ്ദസ്പർശരൂപരസഗന്ധ സർവവും സത്തായി അനുഭവപ്പെടുന്നു. ഭാവവും അഭാവവും പോലും സത്തായി അനുഭവപ്പെടുന്നു. അഭാവം അസ്തി എന്നിങ്ങനെ. നാസ്തി എന്ന് പറയുന്നിടത്ത് പോലും സത്തിന്റെ അനുഭവമാണ്. നാസ്തി അസ്തിത്വത്തെ പരിചയമില്ല. നമുക്ക് നാസ്തി എന്ന് പറയാൻ കഴിയത്തില്ല. ഏതിനെ നിഷേധിക്കുന്ന അസ്തിത്വത്തെ. അപ്പൊ നിഷേധിക്കുന്ന ആദ്യം മുമ്പിൽ നിൽക്കുന്നു. ഇനി ശൂന്യവാദം പറയുകയാണെങ്കിൽ അവരോട് ചോദിക്കും, എന്താ ശൂന്യമുണ്ടോ എന്ന് ചോദിക്കും. ഇവിടുന്ന് ശൂന്യമസ്തി. അപ്പൊ അസ്തിത്വം വന്നു. പിന്നെ എവിടെയാ ശൂന്യം? അപ്പൊ നിങ്ങളെന്താ ശൂന്യം എന്ന് പറയുന്നതിന്റെ താല്പര്യം അസ്തിത്വത്തിലാണ്. കാരണം ശൂന്യമസ്തി, ശൂന്യമുണ്ടെന്നാ പറയുന്നു.
അപ്പോൾ അസ്തിത്വത്തിന് കൊടുക്കുന്ന മറ്റൊരു പേരാണ് ശൂന്യത. അവിടെ രണ്ടിനും വേർതിരിക്കാൻ കഴിയാതെ വരും. അപ്പോൾ ഒരാൾ പറയുന്നു ഞാൻ ശൂന്യവാദിയാണ്, ഞാൻ ശൂന്യത്തെ അംഗീകരിക്കുന്നുള്ളൂ, സത്യം അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശൂന്യത്തെ അംഗീകരിക്കുന്നു ഉണ്ട്. ശൂന്യത്തെക്കുറിച്ച് എന്താ നിങ്ങളുടെ നിലപാട്? നാസ്തിന്നോ അസ്തിന്നോ ശൂന്യവസ്തി. അപ്പോൾ അത് തന്നെയാണ് അസ്തിത്വവാദം എന്ന് പറയുന്നത്. അപ്പോൾ ശൂന്യവാദം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചൊന്നും ഇല്ല, അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല. പിന്നെ ആൾക്കാർ പറയുന്നത് ചിന്തിക്കാതെ ആലോചിക്കാതെ പറയുന്നു, ബോധമില്ലാതെ പറയുന്നു ശൂന്യമാണ്, എല്ലാം ശൂന്യത്തിലാണ്. അത് ബുദ്ധൻ പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങളും പറയുന്നു എന്ന് പറഞ്ഞു. പല ആധുനിക ആചാര്യന്മാരും പറയുന്നുണ്ട് ശൂന്യമാണ്, ചിന്തിക്കാതെ പറയുന്ന. സർവം ഹി കാരണം കാര്യം ഉത്പാദയ പൂർവോത്പന്നസ്യ ആത്മകാര്യസ്യ തിരോധാനം കുറുവത് കാര്യാന്തരം ഉത്പാദയതി. അപ്പോൾ നാശത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നതെന്ന് നിങ്ങൾ പറയുന്നുണ്ട്. അത് ശൂന്യവാദികൾ പറയുന്ന ഒരു മുഖ്യ ഉദാഹരണമാണ്. വിത്തിൽ നിന്ന് വൃക്ഷം ഉണ്ടാകും. ശരി, വൃക്ഷം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ വിത്തുണ്ടോ? അവിടെ ഇല്ല. വിത്തിനെന്താ സംഭവിച്ചത്? നശിച്ചു. അവർ ചോദിക്കും, ആ വൃക്ഷത്തിന് തൊട്ടുമുമ്പ് എന്താ സംഭവിച്ചത്? വിത്തായിരുന്നോ അതോ വിത്തിന്റെ നാശമാണ്? വിത്തെന്ന് പറയാൻ കഴിയില്ല, കാരണം വിത്തുള്ളപ്പോൾ വൃക്ഷമില്ല. വൃക്ഷമുണ്ടോ? ഉണ്ടായിരുന്നപ്പോൾ വൃക്ഷമുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്താ വൃക്ഷത്തിന്റെ തൊട്ടു മുമ്പിൽ വന്നത്? ആ വിത്തിന്റെ നാശം. ആ നാശത്തിൽ നിന്നാണ് ഉണ്ടായത്. അതുപോലെ ആ ഉരുണ്ട ആകൃതി അത് നശിച്ചപ്പോഴാണ് പാത്രം വന്നത്. അതിന് നിഷേധിക്കുന്നത് ശരിയല്ല. പിന്നെ എന്താ അവിടെ സംഭവിക്കുന്നത്? മൃത്തെന്ന് പറയുന്ന ഒരേ ഒരു തത്വം, അത് നാനാ രൂപങ്ങളെ പ്രാപിച്ചിരിക്കുന്നു. അത് ഉരുണ്ടിരുന്നു. ആ ഉരുണ്ട ആകൃതിയാണ് അതിന്റെ കാര്യം. അത് മൃത്കാര്യം എന്ന് പറയും. മൃത്തിന് ഏത് രൂപത്തിലും ഇരിക്കാൻ കഴിയും. അങ്ങനെ എല്ലാ രൂപത്തിലും ഇരിക്കുന്ന മൃത്ത് വസ്തു ആ ആകാരത്തെ രൂപത്തെ വിട്ടിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തതായ അവസ്ഥ. ആകാരത്തെ വിട്ട് മൃത്തിനെ ചിന്തിക്കാൻ കഴിയത്തില്ല. ആ വസ്തുവാണ് കാരണം. പ്രപഞ്ചത്തിനും അങ്ങനെ തന്നെ ആ സത്ത്, അതാണ് കാരണം. പക്ഷെ സത്തിന്റെ ആകാരത്തെ വിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അത് സത്തിനെ സംബന്ധിച്ച് ഒരു പോരായ്മയാണ്. ഉണ്ട് എന്ന് പറഞ്ഞ് ചോദിക്കും, എന്തുണ്ടെന്നാ പറഞ്ഞത്? മേശയുണ്ട്, പുസ്തകമുണ്ട്. അങ്ങനെ ഒരു വസ്തുവിനോട് ചേർന്നേ നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും. അതുപോലെ മൃത്തിനെ സംബന്ധിച്ച് ഒരു ആകാരത്തോടു കൂടി ചേർന്നേ ചിന്തിക്കാൻ പറ്റും. പക്ഷെ ആ മൃത്തിന്റെ സ്ഥായിത്വം ആകാരത്തിനില്ല. അതുകൊണ്ട് ഒരു ആകാരത്തെ അതിന്റെ കാര്യമായിട്ടെടുക്കാം, മൃത് കാര്യമായിട്ടെടുക്കാം. ഓരോ ആകാരത്തെയും മൃത് കാര്യമായിട്ടെടുക്കാം. കാര്യം എന്ന് വെച്ചാൽ ഉണ്ടാകുന്നതല്ലേ. അപ്പോൾ ഉരുള അത് മൃത്തിന്റെ കാര്യമാണ്. കാരണം ആകൃതി, അതുകൊണ്ടാണ് ഇവിടെ അനന്യത്വം എന്ന് പറയുന്നത്. കാര്യകാരണങ്ങൾക്ക് അനന്യത്വം. വാസ്തവത്തിൽ അങ്ങനെ ഒരു കാര്യം മൃത്തിൽ നിന്ന് വേറെ ഉണ്ടോ? ഉരുള എന്ന് പറയുന്ന ഒരു സാധനമുണ്ടോ? മൃത്ത് ഇത് ഉരുള, അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയും, വേർതിരിക്കാൻ കഴിയും. അതുകൊണ്ടാണ് കാര്യത്തെ വേർതിരിക്കാൻ കഴിയുന്നില്ല. കാര്യം കാരണത്തിൽ നിന്ന് വേറെയല്ല, കാര്യം കാരണത്തോട് അനന്യമാണ്, വേറെയാണെന്ന് കരുതിയാൽ ആ തോന്നലിന് കൊടുക്കുന്ന പേരാണ് മിഥ്യാത്വം.